ഇന്ന് രാവിലെ കാപ്പിക്ക് അപ്പവും മുട്ടക്കറിയായിരുന്നു. മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ ഞാൻ വഴറ്റി വെച്ചിട്ട് പിന്നെ അപ്പം കോരി ഒഴിച്ച് ചുടാൻ തുടങ്ങി. ഞാൻ എല്ലാവരും ചുറ്റിച്ചല്ലേ അപ്പം ചുടുന്നത്. ഞാൻ കുറച്ച് മാവ് ഒഴിച്ച് തവി വെച്ച് നിരത്തി. അങ്ങനെ പണ്ടൊക്കെ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്ന കണ്ട് ചെയ്തതാണ്. കാരണം എനിക്ക് ഈ ചുറ്റിച്ച് ഒഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം തവി വെച്ച് നിരത്തി ചുടുന്നതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി പൊങ്ങി വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സവാള ഞാൻ വഴറ്റി വന്ന് കുറച്ച് ഉള്ളിക്കറി ഉണ്ടാക്കിയുള്ളൂ. കാരണം മോന് മാത്രം മതി, മോനും എനിക്കും മതി. ചേട്ടന് അപ്പവും മീൻ കറിയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ ഇന്നലത്തെ കല്ലുമ്മക്കായ റോസ്റ്റ് കുറച്ചുണ്ട്. ഞാൻ ഇന്നലെ ജോലിയെല്ലാം തീർത്ത് വന്നപ്പോഴത്തേനും ചേട്ടൻ കുറച്ച് അധികം കല്ലുമ്മക്കായ കൊണ്ടുവന്നു. അത് ബാക്കി ഇന്നത്തേനും കൂടി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ചേട്ടൻ പറഞ്ഞ് കുറച്ച് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി. എത്ര കഴുകിയാലും അതിനകത്തൊരു ചെളിയുടെ ചെവ ഉണ്ടല്ലോ, ചെളിയുടെ ഒരു മണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി അടുപ്പ് വെച്ചൊന്ന് ചൂടാക്കുമ്പോൾ തന്നെ ഇത് പൊട്ടി വരും. അതിനകത്തുള്ള ഇറച്ചിയൊക്കെ എടുത്ത് ഞാൻ കുറച്ച് സൂപ്പിനും മാറ്റി വെച്ച് കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ തോടിന് നല്ല ഭംഗിയാണ്, ഒരു മയിൽപ്പീല് പോലെ ഇരിക്കും. ഞാൻ എപ്പോഴും ഈ തോട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഈ കല്ലുമ്മക്കായ തന്ന ആൾ ഈ തോട് തിരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടല്ലേ, ക്രാഫ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണല്ലേ. ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. ഞാൻ ഈ കല്ലുമ്മക്കായ വെച്ച് സൂപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും ഇന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതെല്ലാം ചൂടാക്കി പൊളിച്ചെടുത്ത് കഴുകിയെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ചേർത്ത് സൂപ്പുണ്ടാക്കി. ഇത് ഞങ്ങൾ രണ്ടുപേരും കഴിക്കത്തില്ല സൂപ്പൊന്നും, ചേട്ടൻ മാത്രമേ കഴിക്കത്തുള്ളൂ. പിന്നെ കല്ലുമ്മക്കായ എങ്ങനെ വെച്ചാലും റോസ്റ്റ് ചെയ്താലും ഫ്രൈ ചെയ്താലും ഒന്നും എൻ്റെ മോൻ കഴിക്കത്തില്ല. അപ്പോൾ ഇന്ന് കല്ലുമ്മക്കായ റോസ്റ്റും ഫ്രൈയും പിന്നെ കൊഴിയാള കറിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.